വടകര ഡിവൈഎസ്പി ഉമേഷ് സാറാണ് നമ്മളെ കൂടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് വിഷൻ്റെ പവലിയൻ സാറൊന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാറിനോട് എന്താണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഇലക്ഷൻ്റെ ചൂടിലാണ് നമ്മളിവിടെ ഒരു കലാമാമാങ്കം നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കലോത്സവം നടക്കാൻ എന്തുകൊണ്ടും ഏറ്റവും ആപ്റ്റായ ഒരു സ്ഥലമാണ് കൊയിലാണ്ടി. കൊയിലാണ്ടിയിലെ ഏത് കലാപരിപാടി പണ്ട് നടക്കുമ്പോഴും അവിടെ നിറയെ ആൾക്കാരുണ്ടാവുന്ന സ്ഥലമാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിലായാലും ആളുകളെ പങ്കാളിത്തം കൊണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളൊരു മണ്ണ് തന്നെയാണത്. ഈ സ്വാഗതഗാനത്തിൽ നിങ്ങൾ പറയുകയുണ്ടായി, പന്തലായിനി എന്ന് പറഞ്ഞു. പന്തലായി, കലാപരിപാടിയായി, കുട്ടികൾ മത്സരങ്ങൾ തുടങ്ങി. വളരെ ചരിത്രപ്രധാനമായ ഈ സ്ഥലത്ത് ഈ ഉത്സവവും വളരെ നല്ല രീതിയിൽ നടക്കണം. അതിന് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കുറേ സജ്ജീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ QR കോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ QR കോഡിലൂടെ നമുക്ക് എന്ത് ചോദിച്ചാൽ ഏറ്റവും പെട്ടെന്ന് ഒരു സിംഗിൾ പ്രസ്സിലൂടെ നമുക്ക് ഏത് വേദിയാണോ പോകേണ്ടത് ആ വേദിയിലേക്കുള്ള റൂട്ട് നമുക്ക് കിട്ടും. ആ റൂട്ട് കിട്ടുമ്പോൾ ആ റൂട്ടിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, ട്രാഫിക് ക്രമീകരണങ്ങൾ നമ്മൾ നന്നായി നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾക്കറിയാം, കൊയിലാണ്ടിയിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും പ്രശ്നമുള്ളതാണ്. പ്രത്യേകിച്ച് റോഡ് പണി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്ര വലിയ ആളുകളുടെ പങ്കാളിത്തം വരുമ്പം അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരും സഹകരിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി വലിയ വണ്ടികളൊക്കെ നമ്മൾ പാവങ്ങാട് നിന്നും അതുപോലെ വടകരയിൽ നിന്നും തിരിച്ചുവിടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില വണ്ടികൾ, കുറച്ച് മിഡിലായിട്ടുള്ള വണ്ടികൾ മുഴുവൻ നമ്മൾ പയ്യോളിയും തിരിച്ചുവിടും. അങ്ങനെ ഒരു ട്രാഫിക് ക്രമീകരണം വരച്ചിട്ടുണ്ട്. ഓരോ വേദിയിലേക്കും ഒരു SIയുടെ നേതൃത്വത്തിൽ ടീമിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിവിൽ മഫ്റ്റിയിൽ കുറേ പോലീസുകാരുണ്ട്. അവർ സർവൈലൻസ് നന്നായി ചെയ്യാനുള്ള ഉദ്ദേശം തന്നെയാണ്. ചില കുട്ടികളെങ്കിലും ഇത്തരം വേദികളിൽ വന്ന് കറങ്ങി നടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ, അത്തരം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഡെൻസാഫ് സ്ക്വാഡിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേദികളിൽ പ്രത്യേകം നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ വേദികളിലും നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ സ്റ്റാഫ് മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ടീമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മളിവിടെ ഉണ്ട്. വൈകുന്നേരം പോലീസ് അസോസിയേഷനുകൾ ചേർന്നിട്ട് അവർക്ക് കാപ്പി കൊടുക്കുന്ന ഇതുണ്ട്. ഇതിനൊക്കെ ഉപരിയായി ഒരു സുരക്ഷിതമായ ഒരു കലോത്സവം നമുക്കുണ്ടാവണം. അതിന് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടി പോലീസിൻ്റെ സജ്ജീകരണങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് കുറച്ച് ഫോഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വളണ്ടിയേഴ്സിനെ നമ്മൾ കൂടുതൽ SPC ആയാലും ശരി, അതുപോലെ NCC NSS വളണ്ടിയേഴ്സിനൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്ത് കുട്ടികളുടെ ഉത്സവം കുട്ടികൾ നടത്തട്ടെ, ആ നടത്തുന്ന രീതിക്ക് വരികയും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ആ രീതിയിലൊരു മൂവ്മെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു.